ഹലോ അഗെയിൻ, ഐ ആം ബാക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിവേഷ് പ്ലസ് എന്നൊരു പ്ലാനിനെ കുറിച്ചാണ്. നിവേഷ് പ്ലസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ പ്രീമിയം പ്ലാൻ ആണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പൈസ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് LICയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പ്ലാൻ ഷെയർ മാർക്കറ്റിലും അതേപോലെ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലും കൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ പൈസ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും LICയുടെ പ്രത്യേകത പറയുന്നത് ഈ 5 വർഷത്തെ കാലയളവിൽ നിങ്ങൾക്കുള്ള ലൈഫ് ഇൻഷുറൻസും കൂടെ ഈ പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ലൈഫ് ഇൻഷുറൻസ് കവർ ചെയ്യും. സോ ഈ നിവേഷ് പ്ലസ് പോളിസി നമുക്ക് 4 രീതിയിലാണ് എടുക്കാൻ പറ്റുന്നത്. അതിന് 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ബോണ്ട്, സെക്യൂർഡ്, ബാലൻസ്ഡ് ആൻഡ് ഗ്രോത്ത്. ബോണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലായിരിക്കും. അതേപോലെ തന്നെ ഇത് മേളിലേക്ക് വരും തോറും ഷെയർ മാർക്കറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിക്കൂടി വരും. സെക്യൂർഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ പൈസ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബാലൻസ്ഡിൽ വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. ഗ്രോത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ പ്ലാനിലായിരിക്കും നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഏകദേശം 17% എബോവ് ഗ്രോത്ത് നമുക്ക് ഈ പ്ലാനിനുണ്ട്. സോ 5 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ആയിരിക്കും ഉള്ളത്. 5 വർഷത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ പൈസ എടുക്കാൻ സാധിക്കുന്നത്. ആ സമയത്തേക്ക് നമ്മൾ ഇട്ട പൈസ ഇരട്ടിയോ അതിൻ്റെ മേളിലോ ആവാൻ സാധ്യതയുണ്ട്. സോ പൈസ കയ്യിൽ വെച്ചുകൊണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതൊരു സുവർണാവസരമാണ്. നിവേഷ് പ്ലസ് പോളിസിയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. 5 വർഷത്തിന് ശേഷം നല്ലൊരു ഔട്ട്കം നേടും. ഈ പ്ലാനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഈ പ്ലാനിൽ ചേരാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.